ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ പ്ലസ് ടു എക്സാം ഇതാ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ മോഡൽ എക്സാമിന്റെ സമയത്ത് ഈ വീഡിയോ നിങ്ങൾ കാണാൻ വന്നത് അത്രയധികം പ്രതീക്ഷയോട് കൂടിയാണ്. സോ ആദ്യമേ പറയട്ടെ, ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്, ഇതൊന്നും ചോദ്യങ്ങൾ ചോർത്തിക്കൊണ്ട് പറയുന്നതല്ല. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവരും രാത്രി നടക്കുന്ന മാരത്തോണിലേക്ക് വരിക. സോ ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഈ കാണുന്ന മൂന്നെണ്ണത്തിൽ ചിലപ്പം ഏതെങ്കിലും ഒന്ന് സിംഗിൾ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ഇത് മൂന്നും കൂടി ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മിക്സഡ് ആയിക്കൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒന്നെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ പ്രൂവ് ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ. അതിലൊരു 3-4 മോഡൽ ഞാൻ കാണിച്ചു തരാം. ആ 4 മോഡൽ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു മോഡൽ ചോദ്യം. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. സോ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. സോ നേരെ ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നേരെ നമ്മുടെ ലൈവിലേക്ക് പോയി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർക്ക് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനും അത് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പല ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് മാത്രം നോക്കിയിട്ട് കാണുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു മക്കളെ. അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ കാണുന്ന ടോപ്പിക്, find a unit vector perpendicular to each of the vector a plus b and a minus b. അതായത് രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വെക്ടർ, അതായത് ക്രോസ് പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ ചോദിച്ചത്. ക്രോസ് പ്രൊഡക്റ്റിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പിച്ചോ മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ, ചിലപ്പോൾ അത് യൂണിറ്റ് വെക്ടർ എന്നായിരിക്കും ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചോ, അത് ക്രോസ് പ്രൊഡക്റ്റിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്കൊരു 3 മാർക്കിനോ 4 മാർക്കിനോ പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ യൂണിറ്റ് വെക്ടറിൽ നിന്ന് ഒരു ചോദ്യം, ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തെന്നുള്ളൂ. അടുത്തൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏരിയ ഓഫ് എ പാരലലോഗ്രാം ആണ്. ഒന്നെങ്കിൽ ഇത്, അത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ, രണ്ട് അഡ്ജസൻറ്റ് സൈഡ് തന്നുകൊണ്ട് ഇതിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അതായത് ക്രോസ് പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ചിലപ്പോൾ ഇതേ ചോദ്യം ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചാൽ നിങ്ങൾ ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി എടുത്താൽ മതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് തന്നുകൊണ്ട് ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ √5 ആണ് ആൻസർ. ഇതും 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ വെക്റ്റർ ഓൾജിബ്രയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചോദ്യം വന്നേക്കാം, പ്രതീക്ഷിക്കാം. സോ അടുത്തൊരു ചോദ്യമൊക്കെ ഞാൻ കിടക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാൻസ് ഉണ്ട്, ഒരു 70% ഈ ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ സെക്ഷൻ ഫോർമുലയിൽ നിന്നൊരു ചോദ്യം. അത് ചാൻസ് വളരെ കുറവാണ്. പിന്നെ ചാൻസ് ഉള്ള ഇതിനെയാണ്, പക്ഷേ പറയാൻ പറ്റില്ല. ഓക്കെ, പ്രൊജക്ഷൻ കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് ഓൺ ഏതാണോ നോക്കുക. അപ്പോൾ ആദ്യത്തിന് എ എന്നും രണ്ടാമതിന് ബി എന്ന് ഇട്ടാൽ മതി. സോ പ്രൊജക്ഷൻ കാണാൻ ഇത്രേ ഉള്ളൂ, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ ക്വസ്റ്റൻ ഓർത്ത് വെക്കുക, ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പറയുന്നത്, സോറി അത്ര മതി, അത്രയും ഏരിയകളാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് കടന്നു പോകുന്നത്. ഒരു ചോദ്യം കൂടി ഈ ചാപ്റ്ററിന്, അത് ഞാൻ ലാസ്റ്റ് ഒരുമിച്ച് പറയാം കേട്ടോ. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉണ്ട്, ഞാൻ ഒരുമിച്ച് വരാം, 3D കൂടി വെച്ചിട്ട് പറയാം. അപ്പോൾ അടുത്ത് ഞാൻ 3Dയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഒന്നെങ്കിൽ 2 വെക്റ്റർ ഫോം തന്നുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 2 കാർട്ടീഷ്യൻ ഫോം തന്നുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ചോദ്യപ്പോലെ 4 മാർക്കിന് കാണാൻ പോകുന്നൊരു ചോദ്യം ഈ രീതിയിൽ ഒരു ഇക്വേഷൻ കാണാനൊരു ചോദ്യം ഉണ്ടാവും 2 മാർക്കിന്. അതായത് ഒരു പോയിന്റ് തന്ന് ഒരു പാരലൽ വെക്ടറും തന്നു, എന്നിട്ട് വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ചിലപ്പോൾ ഏതോ ഒന്ന്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആർ വെക്ടർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ, ബി എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ. ഇനി അല്ലെങ്കിൽ എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു വൈ മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്കിൻ്റെ ചോദ്യം ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും 2 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 4 മാർക്ക് ഈ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ 2 തരമുണ്ട്. ഒന്നെങ്കിൽ ഈ കാണുന്ന ഫോം തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊരു ചോദ്യം തന്നിട്ട്, ഈ രീതി
രണ്ടിനും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു B2. സോറി, B1 ക്രോസ് അല്ല, B1 ഡോട്ട് B2. B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു B2. ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ അതെല്ലാവരും പഠിച്ചു വെക്കണം. ലാസ്റ്റ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് മറന്നു വരുന്നത്. B1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാരലൽ വെക്ടർ ആണ്. ഇവിടെയാണെങ്കിലോ ഈ കാണുന്ന പാരലൽ വെക്ടർ ആണ്. B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. അപ്പം അത് നിങ്ങൾ മറന്നു വരുന്നത് A ഡോട്ട് B പോലെ തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വെക്റ്റർ ഓൾജിബ്രയിൽ നിന്നും ആംഗിൾ കാണാൻ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഈ കാണുന്ന രീതിയിലായിരിക്കും. അതായത് ആംഗിൾ കാണാൻ 3 ഫോമാണുള്ളത്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്. അപ്പം വെക്റ്ററിൽ നിന്നാണ് ചോദ്യമെങ്കിൽ, 2 വെക്റ്റർ തന്നുകൊണ്ട് ആംഗിൾ കാണാനാണെങ്കിൽ A ഡോട്ട് B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ചെയ്താൽ മതി. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A ഡോട്ട് B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B. ഇനി 3Dയിൽ നിന്നാണെങ്കിൽ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. ഓക്കെ, അത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 3Dയിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതിലേതെങ്കിലും ചോദ്യമായിരിക്കും 4 മാർക്കിന് വരുന്നത്. ഒന്നെങ്കിൽ 2 ചോദ്യം, 2 അല്ലെങ്കിൽ ഒറ്റ ചോദ്യം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് 3Dയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കടന്നു പോകുന്നത് മറ്റെവിടേക്കുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്നാണ്. അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം ഒന്ന്, ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഇതില്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ട്, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നുകൊണ്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ. 2 മാർക്കായിരിക്കും അല്ലെങ്കിൽ 3 മാർക്കായിരിക്കും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിംഗിൽ നിന്ന് ഒന്നെങ്കിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവെൽസ് കാണാൻ. ഞാൻ ഏറ്റവും കൂടുതൽ ചാൻസ് പറയുന്നത് ഇന്റർവെൽസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇന്റർവെൽസ് കാണാൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ. നാളത്തെ ചോദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗിൽ ഇന്റർവെൽസ് കാണാനായിരിക്കും. അതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരാം, ഈ കാണുന്ന പോളിനോമിയലിന് പകരം ഇതുപോലെ ഏതെങ്കിലും ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തരാം, ട്രിഗണോമെട്രി ഫംഗ്ഷൻ തന്നുകൊണ്ട് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പ് പറയുന്നില്ല. പിന്നെ നിങ്ങൾ മാക്സിമം ആൻഡ് മിനിമത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നുകൊണ്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ഫൈൻഡ് മാക്സിമ ആൻഡ് മിനിമ. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കുക എന്ന് മാത്രമല്ല, ഏകദേശം ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ് മാക്സിമം ആൻഡ് മിനിമ. അതിൽ നിന്നൊരു 3 മാർക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഇൻ കേസ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഇതുപോലെ ഒരു സെൻറ്റൻസ് തന്നുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഒരു 4 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിലെ മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നത് തന്നെയാണ് അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഹബീബി കം ടു സൈലം, ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ 60യിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു മൈന്യൂട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഗ്രാഫ് തന്നുകൊണ്ട് കോൺസെപ്റ്റ് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 4 ചാപ്റ്ററിൽ വരാനുള്ളത്. ഇനി നമുക്ക് 2 ആളെ കൂടി പറ്റി പറയാനുണ്ട്. 2 ആളല്ല, ഒരാളെ കൂടി പറയാനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. മക്കളെ, മെട്രിസസിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം 2 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, അത് കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ ട്രാൻസ്പോസ് കാണാൻ ഒരു ചോദ്യമായിരിക്കാം. അപ്പോൾ ഈ ടോപ്പിക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നുകൊണ്ട് ഒരു 2/2 അല്ലെങ്കിൽ 3/2 അല്ലെങ്കിൽ 3/3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നു, ഇതുപോലെ 2 മെട്രിക്സുകൾ തന്നുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എക്സിൻ്റെയും ക്യാപിറ്റൽ ലെറ്റർ വൈ, അതായത് 2 മെട്രിക്സുകൾ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരെ തിരിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു ചോദ്യമായിരിക്കും വരുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ, ഇതൊരു മെട്രിക്സ് അല്ല, ഇത് എക്സിൻ്റെ വാല്യൂ ആണ്. ഇതുപോലെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 മാർക്കിലെ ചോദ്യം നിങ്ങൾക്ക് മെട്രിക്സ് എന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് വെച്ചുകൊണ്ട് ഒരു 3 മാർക്കിൻ്റെയോ 2/2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായിരിക്കും. 3/3 മെട്രിക്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ 3 മാർക്കായിരിക്കും അല്ലെങ്കിൽ 4 മാർക്കായിരിക്കും. ഈ ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മെട്രിസസിൽ നിന്നും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചുകൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു 2/2 മെട്രിക്സ് വെച്ചുകൊണ്ട് 3 മാർക്കിൻ്റെ ചോദ്യം സം ഓഫ് സിമെട്രിക്, ചിലപ്പോൾ സിമെട്രിക് എന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ സ്ക്യൂ സിമെട്രിക് എന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 3 നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതുപോലെ മെട്രിക്സ് ആണെന്നുകൊണ്ട് അത് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ബിൻ്റെ വാല്യൂ വെച്ചൊരു ചോദ്യം
പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റാണ് കാണാണ്ടാവുക. A/B വെച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. സോ എന്തിനാണെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാണ്ട്, ഏറെക്കുറെ ഐഡിയകൾ മനസ്സിലാണ്ടാവും. 5 ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ തീരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട. മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ വൃത്തിയിൽ പഠിക്കുക. സോ എല്ലാ മക്കളെയും സൂപ്പർ ലിസ്റ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താൻ മറക്കരുത്. ബൈ.